ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയാം. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ അല്ല, പക്ഷേ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സാം റിലേറ്റഡ് വീഡിയോസ് വേണോ വേണ്ട എന്നുള്ളത്. അപ്പോൾ അതിൽ കൂടുതലായിട്ടും വേണമെന്നായിരുന്നു വന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അത് ചെയ്യാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നൊന്നുമില്ല. ഞാനൊരു മാത്സ് ട്യൂട്ടറാണ്. പൊതുവേ കുട്ടികൾക്കൊക്കെ മാത്സ് ടഫാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അതുകൊണ്ട് മാത്സ് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കാം ആൻഡ് മാത്സ് എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇവിടെ ഒരു പൂവൻകോഴി കൂവലോട് കൂവലാണ്, സോറി ഫോർ ദാറ്റ്. മാത്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് പല പാരൻസ് കുട്ടികളും പറയുന്ന മെയിൻ പ്രശ്നമാണ് വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, മാത്സ് പഠിക്കുന്നുണ്ട്, പക്ഷേ എക്സാമിന് എങ്ങനെയാലും മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ബട്ട് വൈ? അങ്ങനെ ചോദിച്ചാൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. മാത്സ് വായിച്ച് പഠിച്ചിട്ട് കാര്യമല്ല, പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. അതിൽ മെയിൻ ആളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നമ്മൾ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും നമുക്ക് മാത്സ് ചെയ്യാനുള്ള സ്പീഡ് കൂടിയും, അതേപോലെ എക്സാം ആകുമ്പം ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു പരിചയം കൂടെ ഉണ്ടാവും. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അവിടെ നിന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ ഏത് ക്ലാസ് ആണോ നിങ്ങൾ അതിലൊന്ന് സെർച്ച് ചെയ്യുക. ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ SSLC മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് സൈറ്റുകൾ വരും. അതിൽ നിങ്ങൾക്ക് ഏതോ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അതൊന്ന് നോക്കുക. അതിൽ തന്നെ ചിലതൊക്കെ ആൻസേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള PDF കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമായിട്ടുള്ള PDF കിട്ടും. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ആൻസർ, ആ ക്വസ്റ്റ്യൻ ഒന്ന് ഗൂഗിളിൽ കോപ്പി ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസേഴ്സും കിട്ടുന്നതാണ്. 10th മാത്രമല്ല, ഏത് ക്ലാസ് നിങ്ങൾക്ക് ഇതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ക്ലാസ് 7 ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് 7 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് അടിച്ചാൽ അതിൻ്റെ വരും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളൊരു +1 +2 ഹയർ സെക്കൻഡറി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HSS ലൈവ് നോക്കാം. അതുപോലെ CBSE ആണെന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഗൂഗിളിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്സ് എങ്ങനെ പഠിക്കുക എന്നുള്ളതിന് മെയിൻ ആൻസർ തന്നെയാണ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി എക്സാം എഴുതുന്നിടത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാനൊരു പേപ്പർ വാല്യുവേഷൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായി പോയി. അപ്പോൾ തൽക്കാലം ഞാനൊരു പ്രോബ്ലം ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളുടെ കയ്യിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എത്രത്തോളം ആൻസർ ഷീറ്റ് നീറ്റ് ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അത്രത്തോളം നീറ്റ് ആക്കുക. അത് വിചാരിച്ചിട്ട് വൃത്തി നോക്കി പതുക്കെ തെറ്റൊന്നും വരാണ്ട് എക്സാം എഴുതുക എന്നല്ല, ഫാസ്റ്റ് ആൻഡ് നീറ്റ് ആയിട്ട് എഴുതാൻ പഠിക്കണം. നീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേപ്പർ നോക്കുന്ന ഒരാൾക്ക് ആ ഒരു പേപ്പർ നോക്കിയാൽ നിങ്ങൾ എഴുതിയ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത്രയേ ഉള്ളൂ. പിന്നുള്ളത് ഇക്വേഷൻസ് ആണ്. മാത്സ് ആകുമ്പോൾ പല ക്വസ്റ്റ്യൻസും ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനുണ്ടാവും. പല കുട്ടികളും ചെയ്യുന്ന ഒരു തെറ്റാണ്, ഇക്വേഷൻ അറിയാം എങ്കിലും അത് മനസ്സിൽ കരുതിയിട്ട് പേപ്പറിൽ എഴുതി വെക്കില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എഴുതിയെന്ന് വിചാരിക്കുക, ലാസ്റ്റ് ആൻസർ തെറ്റുമാണ്. ആ ഒരു പേപ്പർ നോക്കുമ്പോൾ ആ ലാസ്റ്റ് ആൻസർ തെറ്റാണെങ്കിൽ, പക്ഷേ ഇക്വേഷൻസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അവിടെ മാർക്ക് ഇട്ടരാനും ഒന്നുമില്ല. പക്ഷേ ഇൻ കേസ് ഇക്വേഷൻ ഒരു കുട്ടി എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ കുറച്ച് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മാർക്കെങ്കിലും കിട്ടാനുള്ള ചാൻസ് അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഇക്വേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ, പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കുക. ജസ്റ്റ് ഒരു പാരഗ്രാഫ് പോലെ എഴുതി വെക്കാതെ =, പ്ലസ് മൈനസ് ഒക്കെ ഇട്ടിട്ട് വൃത്തിക്ക് എഴുതി പോവുക. നെക്സ്റ്റ് വന്നിട്ട് എല്ലാ ക്ലാസ്സിലും തന്നെ 5 or 4 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും ഒരു പിക്ചർ വരക്കാൻ. പിക്ചർ വരക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വരച്ചതിനാണ് മാർക്ക് കിട്ടുന്നത്. ആലോചിച്ചാൽ തന്നെ അറിയാലോ അത് എത്രത്തോളം നീറ്റായിട്ട് വരക്കണം എന്നുള്ളത്. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ പെൻ ഉണ്ടാവില്ല, സ്കെയിൽ ഉണ്ടാവില്ല, പെൻസിൽ ഉണ്ടാവില്ല, സ്കെയിൽ ഉണ്ടാവില്ല. അപ്പോൾ പെന്നോണ്ട് വെച്ച് വരക്കും, കൈ വെച്ചിട്ട് വളഞ്ഞിട്ട് വരക്കും. അങ്ങനെയൊന്നും ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഒരു കാര്യം, എക്സാമിന് പോകുമ്പോൾ പെൻസിൽ, സ്കെയിൽ, എറൈസർ, ഷാർപ്നർ ഒക്കെ കൊണ്ടുപോവുക. ആൻഡ് വരക്കാനുള്ള ക്വസ്റ്റ്യൻ വന്ന് അത് നീറ്റായിട്ട് വരക്കുക. അതുപോലെ സർക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾസ് മാർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ആംഗിൾസ് മാർക്ക് ചെയ്യുക. ഇനി റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൻ്റെ മെഷർമെൻറ്റ്സ്, അത് മീൻസ് ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ്സ്, ഇപ്പോൾ 6 cm 4 cm അങ്ങനെ ഉണ്ടാവും. ആംഗിൾസ് ആണെങ്കിൽ 30 ഡിഗ്രി 50 ഡിഗ്രി അതൊക്കെ മാർക്ക് ചെയ്യുക. മെഷർമെന്റ്സ് കൊടുക്കാനുള്ള പിക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്കിൽ അതെല്ലാം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതൊരു ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ 1 മാർക്കോ 1/2 മാർക്കോ ഒക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പറയാനുള്ളത് യൂണിറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ഏരിയ കാണാനുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏരിയൻ്റെ യൂണിറ്റ് എന്താണ്, സെൻറ്റിമീറ്റർ² ഓർ മീറ്റർ² ആണ്. അപ്പോൾ അത് ഏരിയ മാത്രം എഴുതാത്ത, ഇപ്പോൾ ആൻസർ 30 ആണെന്നുണ്ടെങ്കിൽ 30 cm², 30 m² എന്ന് എഴുതി വെക്കുക. ആൻഡ് എപ്പോഴും എക്സാം എഴുതുമ്പം അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നീറ്റായിട്ട് എഴുതി പോകാൻ ശ്രമിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് പിന്നെ നമുക്ക് ഡൗട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ, അതെന്ത് ചെയ്യുക, പിന്നെ ചെയ്തിട്ട് പോവുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പേപ്പർ നോക്കുന്ന ആൾക്കും ഒരു മനസ്സ് കണ്ടാം, ഈ കുട്ടി ഫാസ്റ്റത്തൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്
എന്നുള്ള ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ പേപ്പർ നോക്കാനായിട്ടൊരു എന്താ പറയുക ഒരു ആവേശം ഉണ്ടാവും. പിന്നെ നിങ്ങളടുത്ത് ഒരു ട്രിക്ക് എന്ന പോലെ പറയാനുള്ളൊരു കാര്യമാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സെക്ഷൻ ഡിയിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുക. ആ 2 ക്വസ്റ്റ്യൻ പക്കായിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് തന്നെ അറ്റൻഡ് ചെയ്യുക, ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയാം പക്ഷേ ഒന്ന് കറക്റ്റ് അറിയില്ല എന്നാൽ പകുതി വെച്ചിട്ട് സ്റ്റക്കായി പോയിന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തുക. പിന്നെ എന്ത് ചെയ്യുക, മറ്റേ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യനോ അറ്റൻഡ് ചെയ്തിട്ടില്ല. പേപ്പർ വാല്യുവേഷൻ എന്ന് പറഞ്ഞത് ചില്ലറ പരിപാടിയൊന്നുമല്ല. നിങ്ങളുടെ ഒരുപാട് പേരുടെ പേപ്പർ നോക്കിക്കഴിയുമ്പം നമുക്ക് എന്തായാലും ഒരു മടുപ്പ് വരുമല്ലോ, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യം നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചോളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധയില്ലായ്മയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ മക്കളുടെ പേപ്പർ നോക്കിയപ്പം കണ്ട കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത പോലെ നിങ്ങൾക്കും പറഞ്ഞു. മാത്സ് ഒരിക്കലും ഒരു ടഫ് സബ്ജക്റ്റ് ആയിട്ട് കാണേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നതിലപ്പുറം ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സ് അടിപൊളിയാണ്. പിന്നെ മാത്സിനെ സംബന്ധിച്ചുള്ള വേറൊരു ഉപകാരം എന്ന് വെച്ചാൽ വേറെയുള്ള സബ്ജക്റ്റ്, അതായത് SS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആയ സമയത്ത് നമുക്ക് പഠിച്ചാലേ തലേ കയറുള്ളൂ. പക്ഷേ മാത്സ് ആകുമ്പോൾ നിങ്ങൾ ഉറക്കം വന്നിട്ട് ചെയ്യുകയാണെങ്കിലും ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഉറക്കം പോകാനുള്ള ചാൻസും കൂടി കൂടുതലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലപോലെ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് വരിക. പിന്നെ നിങ്ങളുടെ അടുത്ത് നേരിട്ട് പറയുന്നത് പോലെയല്ല, ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ വെച്ചിട്ട് ഈ വോയിസ് ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സോ അത്രയേ ഉള്ളൂ. ബൈ.